പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയാണ്. ഒരു കുതിപ്പിന് വേണ്ടി ഒന്ന് പതുങ്ങുന്നതാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ നേതാവിനെ നിലംപരിശാക്കി. ये सामान्य विजय नहीं है, दिल्ली के लोगों ने आपदा को बाहर कर दिया. വോട്ടെണ്ണലിന് ഇടയ്ക്കൊരു ഘട്ടത്തിൽ ബി.ജെ.പിക്ക് മുകളിൽ ലീഡ് നേടി ആശ്വാസമൊഴിച്ചാൽ ആം ആദ്മി പാർട്ടി അവർ ജന്മം കൊണ്ട മണ്ണിൽ തന്നെ മുഖമടച്ച് വീണു. ഫ്രീബീസിന്റെ പുത്തൻ പ്രഖ്യാപനങ്ങൾ കുറിയേറ്റില്ല. ഒന്നാമനും രണ്ടാമനും വീണു. കാൽ നൂറ്റാണ്ടിന് ശേഷം 27 വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് തലപ്പൊക്കത്തിലാണ് താമര പാർട്ടിയുടെ നിൽപ്പ്. ഭ്രഷ്ടാചാർ കാ ഏക് ഹി കാൽ, കെജ്രിവാൾ. അഴിമതിക്കാരുടെ അന്തകനാരാണ്? അത് കെജ്രിവാൾ മാത്രമാണ് എന്ന് 2013 മുദ്രാവാക്യം മുഴക്കിയവർ, അഴിമതിയെ തുടച്ചു നീക്കാൻ ചൂലെടുത്ത് പോരാട്ടം പ്രഖ്യാപിച്ച നേതാവും പാർട്ടിയും അഴിമതി ആരോപണങ്ങളിൽ മറിഞ്ഞു വീണത് വിധി വൈപരീത്യമാണ്. യഥാർത്ഥത്തിൽ മാരകമായത് ആരോപിക്കപ്പെട്ട മദ്യനയത്തിലെ അഴിമതിയല്ല, അത് ഷീഷ മഹലാണ്. കോടികൾ മുടക്കി മോടി പിടിപ്പിച്ച ആഡംബര വീട്, അത് ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും മാത്രം രാഷ്ട്രീയാരോപണമായിരുന്നില്ല. രാഷ്ട്രീയത്തെ അടിമുടി മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ട അരവിന്ദിനെ രാഷ്ട്രീയം മാറ്റിമറിച്ച കാഴ്ച കണ്ടു ഡൽഹി. അന്നു ഞാൻ ഡൽഹിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. കൗസംബിയിലെ വീട്ടിൽ നിന്നും മെട്രോയിൽ കയറി ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് യാത്ര പുറപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെ കണ്ടതാണ്. വഴിയൊരു വാഗണർ കാറിൽ ഓഫീസിലേക്ക് എത്തിയ അരവിന്ദ് കെജ്രിവാളിനെ അധികാരം മാറ്റിമറിച്ചു. അഴിമതി ആരോപണങ്ങൾ, ജയിൽവാസങ്ങൾ, തുടർച്ചയിൽ വന്ന ശീഷ് മഹൽ ചിത്രങ്ങൾ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി. അസാധ്യമെന്ന് അന്നു കരുതിയ ഷീലാ ദീക്ഷിത്തിന്റെ പരാജയം സാധ്യമാക്കിയ കെജ്രിവാൾ അതേ ന്യൂഡൽഹിയിൽ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ പഴയ ധാർമ്മിക പ്രതിച്ഛായുള്ള നേതാവല്ല. ആ പരാജയമുയർത്തുന്ന ചോദ്യങ്ങൾ നിരവധി. ബ്രാൻഡ് കെജ്രിവാളിൽ മാത്രം ആശ്രയിക്കുന്ന പാർട്ടി ആ ബ്രാൻഡ് അഭാവത്തിൽ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? പരസ്പരം നേർക്കുനേർ നിൽക്കാനാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താണ്? കൂടെ നടന്നു വളർത്തിയെടുത്ത ബദൽ രാഷ്ട്രീയത്തിന്റെ കഥ ഡൽഹിക്കാർ തന്നെ അവസാനിപ്പിക്കുമ്പോൾ അസ്തമിക്കുന്നു സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാരൻ അരവിന്ദ് കെജ്രിവാൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ വി രാജേഷ്, ശ്രീ നവീൻ ജി നാദമണി, ആം ആദ്മി പാർട്ടി നേതാവ്, മാധ്യമപ്രവർത്തകൻ ശ്രീ എം പ്രശാന്ത് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ വി രാജേഷിലേക്ക് തന്നെ പോകുന്നു. ശ്രീ വി രാജേഷ്, ഡൽഹിയിൽ ആധികാരികമാണ് ആ വിജയം. എല്ലാ മേഖലകളിലും ആ വിജയം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസുകളിൽ അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും ആധികാരികമായ വിജയം നേടാൻ കഴിഞ്ഞു. അത് ആദ്യം വിജയത്തിന് അഭിനന്ദനങ്ങൾ. അമിത്ഷാ എന്ന് പറയുകയായിരുന്നു ഡൽഹിയുടെ ഹൃദയത്തിലാണ് നരേന്ദ്രമോദിയുടെ സ്ഥാനം. കേന്ദ്രത്തിൽ അധികാര തുടർച്ചകൾ ഒന്നിന് പിന്നാലെ ഒന്ന് ആവർത്തിക്കുമ്പോഴും രാജ്യതലസ്ഥാനം കിട്ടുന്നില്ല എന്ന ഒരു കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു. ഡൽഹി പിടിക്കുമ്പോൾ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടോ? രാജ്യം മൊത്തം കീഴടക്കി എന്നൊരു ആത്മവിശ്വാസമുണ്ടോ വി രാജേഷ്? ഹാഷ്മി, അങ്ങയുടെ അഭിനന്ദനത്തിന് നന്ദി. അതോടൊപ്പം തന്നെ ജനങ്ങൾ വീണ്ടും ബി.ജെ.പിയിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസത്തിന് ജനങ്ങളോട് 1000 നന്ദി. വിനയപുരസ്സരം ഞങ്ങൾ ആ വിജയത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ രാജ്യം മുഴുവൻ കീഴടക്കി എന്നുള്ള ചിന്താഗതിയോ അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന് കരുതിയിട്ട് അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടാകുന്നത് ഞങ്ങളെപ്പോലുള്ള പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഭൂഷണമല്ല. ഞാനിവിടെ ഇതിനെ നോക്കിക്കാണുന്നത് ഒരു 28-30 വർഷം, ഒരു 3 പതിറ്റാണ്ടിന് ശേഷമാണ് വീണ്ടും ഡൽഹിയിൽ ബി.ജെ.പി അധികാരത്തിൽ വരുന്നത്. അതായത് ഒരു 80കളുടെ അവസാനം 90കളിലൊക്കെയാണല്ലോ ആദ്യം ബി.ജെ.പി ഡൽഹിയിൽ അധികാരത്തിൽ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. അന്ന് പല സംസ്ഥാനങ്ങളിലും, അന്ന് ഞങ്ങൾക്ക് രാജ്യത്ത് അധികാരം കിട്ടിയിരുന്നില്ല, രാജ്യത്തിൻ്റെ ഭരണം ലഭിച്ചിരുന്നില്ല. മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഭരണം കിട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് സ്വീകരിച്ച ഏതോ നിലപാടുകൾ അല്ലെങ്കിൽ അന്ന് നേതൃത്വത്തിലിരുന്ന ആരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം, വിയോജിപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കന്ന് ഭരണം നഷ്ടപ്പെട്ടത്. അതിനുശേഷം 30 വർഷം ബി.ജെ.പിയെ, 3 പതിറ്റാണ്ടുകളോളം, ഏകദേശം 28-30 വർഷം ജനങ്ങൾ ബി.ജെ.പിയെ ഭരണത്തിൽ എത്തിക്കാതെ പ്രതിപക്ഷത്തിരുത്തി, പല സമയത്ത് സീറ്റ് കുറഞ്ഞു. അങ്ങനെ അതിനുശേഷമാണ് വീണ്ടും ഭരണത്തിലെത്തുന്നത്. അപ്പോൾ ഒരു 10-12 കൊല്ലമായി തുടർച്ചയായിട്ട് 10-11 കൊല്ലമായി തുടർച്ചയായിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു അനുഭവം, അതോടൊപ്പം തന്നെ 20-25 വർഷമായി തുടർച്ചയായിട്ട് ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു അനുഭവം ബി.ജെ.പിയുടെ നേതൃത്വത്തിൻ്റെ കൈവശമുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ഈ ഡൽഹിയുടെ ഭരണം പാർട്ടി പുതിയതായി ആരംഭിക്കാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വിനയത്തോടെ, നേരത്തെ ഞങ്ങൾക്ക് എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് മാറിയ കാലഘട്ടത്തിനനുസരിച്ച് നല്ലൊരു ഭരണം കാഴ്ചവെക്കും. പക്ഷേ ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസവും അഭിമാനവും തോന്നുന്നത്
കഴിഞ്ഞ 11 വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണകരമായ കാര്യങ്ങൾ അത് ഡൽഹിയിൽ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം മാറിയിരിക്കുന്നു. അത് ഡൽഹിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല, തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവിടെ പ്രതിഫലിക്കുന്ന അക്കാര്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും ഈ രാജ്യത്തേക്ക് കടന്നു വരുന്ന വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് പോലും ലഭിക്കും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അത് സംഘടനാപരമായ കാര്യമാണ്. അതായത് 3 പതിറ്റാണ്ട് അധികാരം ലഭിക്കാതിരുന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ എന്താകും? ഞാൻ മറ്റുള്ള പാർട്ടികളെ ഒന്നും കുറ്റപ്പെടുത്തുവാനോ പേരെടുത്ത് പരാമർശിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 3 പതിറ്റാണ്ട് തുടർച്ചയായിട്ട് അധികാരം ലഭിക്കാതിരുന്നിട്ടും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നേതൃത്വം മാറിക്കാണും, അന്ന് നയിച്ച വ്യക്തികളായിരിക്കില്ല ഇന്ന് നയിക്കുന്നത്. പക്ഷേ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയവുമായി ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളുണ്ടായിരുന്നു. മാറി മാറി പലരും ഭരിച്ചപ്പോഴും അതിലുണ്ടാകുന്ന ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഒക്കെ ജനങ്ങളുടെ ഇടയിൽ ബൂത്തുകളിലും വീടുകളിലും തെരുവുകളിലും ഒക്കെ ആയിട്ട് ഞങ്ങളുണ്ടായിരുന്നു. ഈ സമയമൊക്കെ തന്നെ ഞങ്ങൾ കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ വിനയപുരസര വിജയത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഓക്കെ, ശ്രീ നവീൻജി നാഥമണി, നിങ്ങളുടെ ആശയം, നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ എല്ലാം അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ, ഷീലാ ദീക്ഷിത്തിനെതിരെ മത്സരിക്കുമ്പോൾ ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനാണ്. അന്ന് അരവിന്ദ് കെജ്രിവാൾ എല്ലാവരും പറഞ്ഞു രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കണം, കാരണം ഷീലയെ തോൽപ്പിക്കൽ അസാധ്യമാണെന്ന് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ ഷീലാ ദീക്ഷിത്തിൻ്റെ പരാജയം ആരും കരുതിയിരുന്നതല്ല. അന്നും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി വലിയ ലീഡ് ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും ഷീലയെ തകർക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നില്ല. അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് ആപ്പ് അധികാരം പിടിക്കും, പക്ഷേ അതിൻ്റെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ തോക്കും. അതുകൊണ്ട് അരവിന്ദ് രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുന്ന പറഞ്ഞ് മത്സരിച്ച് ജയിച്ച അരവിന്ദ് കെജ്രിവാളിനെ അന്ന് ഡൽഹി ഹൃദയത്തോട് ചേർത്ത് നിർത്തിയതാണ്. ഇന്ന് അരവിന്ദിനെ ഡൽഹി കൈവിടുകയാണ്. ഡൽഹി പൂർണ്ണാർത്ഥത്തിൽ കൈവിടുമ്പോൾ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിജീവനം ഇനി സാധ്യമാണോ? ഒരു ഐഡിയോളജിയും ഇല്ലാത്തൊരു പാർട്ടിക്ക്? ശ്രീ നവീൻജി നാഥമണി. ആം ആദ്മി പാർട്ടി ജനവിധിയെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ അംഗീകരിക്കുന്നു. ക്രിയാത്മകമായ പ്രതിപക്ഷത്തിരിക്കുവാനാണ് ജനവിധിയെങ്കിൽ ക്രിയാത്മകമായ പ്രതിപക്ഷത്തിരുന്ന് തന്നെ മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. അതിലുപരി ഒരു വലിയ ഭരണ മാതൃക ഡൽഹിയിൽ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട്, മറ്റാർക്കും ഇന്നേ വരെ ഇന്ത്യയിൽ ആരും നടത്തിയിട്ടില്ലാത്തൊരു വലിയ ഭരണ മാതൃക ഡൽഹിയിൽ സൃഷ്ടിച്ചു വെച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്തേക്ക് മാറുന്നതെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക. ആം ആദ്മി പാർട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം ഇതൊരു ജനകീയ മുന്നേറ്റമാണ്. അത് ഈ രാഷ്ട്രീയത്തെ നവീകരിക്കുവാനായിട്ട് മുമ്പോട്ട് വന്ന ഒരു ജനകീയ മുന്നേറ്റമാണ്. ആ ജനകീയ മുന്നേറ്റം അതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഒരു ജനകീയ മുന്നേറ്റത്തിന്, രാഷ്ട്രീയത്തെ നവീകരിക്കാനും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുമായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു ജനകീയ മുന്നേറ്റത്തിന് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഭരണകൂട സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, അന്വേഷണ ഏജൻസികളെയും മറ്റെല്ലാ സംവിധാനങ്ങളെയും, ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടൊരു ഭരണകൂട സംവിധാനം എല്ലാ അർത്ഥത്തിലും ആ പ്രസ്ഥാനത്തെ നേരിടുമ്പോൾ അതിന് ചില ഘട്ടങ്ങളിൽ പരാജയം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. മദ്യനയ അഴിമതി കേസിൽ നവീൻജി പറയുന്നതിന് നമുക്ക് പിന്നെയും ഇൻട്രോസ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ആ കേസിന്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയും അത് വേട്ടയാണോ എന്നതിനെക്കുറിച്ചും ഈ പറയുന്ന മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുമ്പോൾ സമർപ്പിച്ച അഫിഡവിറ്റുകളെ കുറിച്ചൊക്കെ വീണ്ടും ചർച്ച ചെയ്യാം. പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആഡംബര വീടിനെ പറ്റി നിങ്ങൾക്കുള്ള മറുപടി എന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങളെ അവിടെ പരാജയപ്പെടുത്തുന്നത് മദ്യനയ അഴിമതിയല്ല, കോൺഗ്രസും അല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളെ പരാജയപ്പെടുത്തുകയാണ്. ആ ഷീഷ മഹൽ എന്ന് പറഞ്ഞാൽ CAG റിപ്പോർട്ടിൽ പറയുന്നത് 7.12 കോടി എസ്റ്റിമേറ്റ് ഇട്ട് അത് പണി കഴിഞ്ഞപ്പോൾ 36 കോടിയായെന്നുള്ളതാണ്. നിങ്ങൾക്കതിന് മറുപടിയില്ലായിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പ്രചരിക്കുമ്പോൾ നിങ്ങൾക്കതിന് മറുപടിയില്ലായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന മാറ്റത്തിന് വേണ്ടി വന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ രാഷ്ട്രീയം നിങ്ങളെ മാറ്റിയതല്ലെങ്കിൽ എങ്ങനെ ഒരു ശീഷ് മഹൽ ഉണ്ടായി, എങ്ങനെ ഒരു കണ്ണാടി മാളിക ഉണ്ടായി? ശ്രീ നവീൻജി നാഥമണി. ശീഷ് മഹൽ ഈ പറയുന്ന തരത്തിലൊന്നും ഇല്ല എന്നുള്ളൊരു വാസ്തവം ഡൽഹിയിലെ ജനങ്ങളിലോട്ട് അറിയിക്കുക എന്നുള്ള എൻ്റെ ശ്രമങ്ങൾ ആം ആദ്മി പാർട്ടി നടത്തി. അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക. അത് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. ഒരുപക്ഷെ തകർന്നു വീഴാറായ ആ ഒരു കെട്ടിടം 2020 PWD നിർദ്ദേശമനുസരിച്ച് പുതുക്കി പൊളിച്ചു പണിയണമെന്ന് നിർദ്ദേശിച്ച ആ കെട്ടിടം 1942 രൂപീകരിച്ച കെട്ടിടം പൊളിഞ്ഞു വീഴാറായപ്പോൾ അതിൻ്റെ മേൽക്കൂരകൾ തകർന്നു വീണ്, റൂഫെല്ലാം തകർന്നു വീണ ഘട്ടത്തിൽ അത് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം BJP അതിൻ്റെ പുറത്ത് ഇറക്കി വെച്ച ചില കഥകളുണ്ട്. ആ കഥകളാണ് പറഞ്ഞത്. സ്വർണ്ണ ടോയ്ലറ്റ് ഉണ്ടെന്നും ലക്ഷങ്ങൾ കൊടുക്കുന്ന റിമോട്ടിലോടുന്ന കർട്ടനുകളുണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ആ ശീഷ് മഹൽ കാണാനായിട്ട് അന്ന് അരവിന്ദ് കെജ്രിവാൾ അവിടെ ഇല്ല. ഡൽഹിയിലെ BJP ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്തില്ല. അതിശയം ആ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലല്ല താമസിക്കുന്നത്. ആ ശീഷ് മഹൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം സാധാരണ വീട്ടിലേക്ക് മാറിയപ്പോഴേക്കും ഉണ്ടാക്കാനൊരു ഡാമേജ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. BJP ഈ പറയുന്ന കണ്ണാടി മാളികയുടെ ചെറുമാതൃകകൾ വണ്ടിയിൽ ഫിക്സ് ചെയ്ത് ഗ്രാമാന്തരങ്ങളിലേക്ക് പോയി.
അന്ന് കെജ്രിവാൾ പറഞ്ഞതും അതിൻ്റെ പൊള്ളത്തരങ്ങളും എന്താണ് 10 കള്ളങ്ങൾ, കെജ്രിവാളിൻ്റെ 10 കള്ളങ്ങൾ എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചണ്ഡ പ്രചരണം അയച്ചുവിട്ടു. അത് നുണയാണെങ്കിൽ നിങ്ങളെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഡൽഹി ജനത. ഈ പറയുന്ന പ്രചണ്ഡ പ്രചരണങ്ങൾ കേൾക്കാൻ നിങ്ങളെ കേട്ടവരാണ് ആ ഡൽഹി ജനത. അവർക്ക് അവിശ്വാസമെന്ന് എന്തുകൊണ്ടാണ് നവീൻജി? തീർച്ചയായിട്ടും ഹാഷ്മി, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഡൽഹി ജനത ആം ആദ്മി പാർട്ടി അവിശ്വസിച്ചു, എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അവിശ്വസിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്തി തന്നെ തിരുത്തി പോകേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഡൽഹി ജനത അനുഭവിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഡൽഹി ജനത മനസ്സിലാക്കിയതാണ് അരവിന്ദ് കെജ്രിവാളിനെ. അതിനപ്പുറത്തോട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ പ്രതിച്ഛായ നശിപ്പിക്കാനായിട്ട് BJP നടത്തിയ ശ്രമങ്ങൾ, ആ BJP നടത്തിയ ശ്രമങ്ങൾക്ക് ഒരു പരിധിവരെ കോൺഗ്രസ് അതിൻ്റെ മൗത്ത് പീസായിട്ട് ഇലക്ഷൻ സമയത്ത് മാറുന്ന കാഴ്ചകളും കണ്ടപ്പോൾ, BJP നടത്തിയ ആ ശ്രമങ്ങൾക്ക് കോൺഗ്രസ് കൊടുക്കുന്ന പിന്തുണയും കൂടി കണ്ടപ്പോൾ ഡൽഹി ജനതയുടെ മുന്നിൽ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ദുരൂകരിച്ച് മുമ്പോട്ട് വരേണ്ടതുണ്ട്. ആ ജനങ്ങൾക്കിടയിൽ തന്നെ ഇറങ്ങി പ്രവർത്തിക്കുവാനാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുന്നത്. ആ പ്രവർത്തനങ്ങളുമായി ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുമ്പോൾ അത്തരം തെറ്റിദ്ധാരണകൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് തിരുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ഇത്തരം തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ട് അധികാരം ഏറ്റെടുക്കാനായിട്ട് ബാക്കി സംവിധാനങ്ങളെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട്, കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, അവരത് ഉപയോഗിച്ചു. അവരുടെ കയ്യിൽ മസിൽ പവർ ഉണ്ടായിരുന്നു, അവരത് ഉപയോഗിച്ചു. അവരുടെ കയ്യിൽ ഗുണ്ടാ പവർ ഉണ്ടായിരുന്നു, അവരത് ഉപയോഗിച്ചു. അവരുടെ കയ്യിൽ LG ഉണ്ടായിരുന്നു, അവർ ആ LGയും ഉപയോഗിച്ചു. അവരുടെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു, ആ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചു. ആം ആദ്മി പാർട്ടിയുടെ മുമ്പിൽ ഒരു ഭരണ മാതൃകയും സത്യസന്ധതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പൂർണ്ണാർത്ഥത്തിൽ ഇവർ ഉപയോഗിച്ച ഈ പാരാമീറ്റർ, ഈ ശക്തികളുടെ മുമ്പിൽ അത് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഇതിലും വലിയ കൊള്ളക്കങ്ങളിൽ, ഇതിലും വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ, ഇതിലും വലിയ പണമില്ലായ്മയിൽ ആ ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ ശക്തി നിങ്ങൾക്ക് ഗുണകരമായിരുന്നു നവീൻജി. നിങ്ങൾക്കത് കൈമോശം സംഭവിച്ചു. അവിടെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ എത്താം. ശ്രീ ജിൻഡോ, ഞാൻ പ്രശാന്ത്, ശ്രീ ജിൻഡോ, ഇവിടെ ന്യൂഡൽഹിയിൽ പർവേശ്വർ വർമ്മയോട് കെജ്രിവാൾ തോൽക്കുന്ന എത്ര വോട്ടിനാണ്? 4089 വോട്ടിനാണ്. അവിടെ സന്ദീപ് ദീക്ഷിത് കോൺഗ്രസ് സ്ഥാനം നേടിയ എത്ര വോട്ടാണ്? 4568 വോട്ട്. ജംഗ്പുരയിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ പരാജയം 675 വോട്ടുകൾക്കാണ്. ആ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫർഹാദ് സൂരി കിട്ടുന്ന വോട്ട് എത്രയാണ്? 7318 വോട്ട്. ത്രിലോക്പുരിയിൽ BJPയുടെ ഭൂരിപക്ഷം എത്രയാണ്? 392. അവിടെ കോൺഗ്രസ് നേടുന്ന വോട്ട് എത്രയാണ്? 6147. സംഗം വിഹാറിൽ BJP ജയിക്കുന്ന 344 വോട്ടിന്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പിടിക്കുന്ന വോട്ട് എത്രയാണ്? 15863. മുസ്തഫാബാദിൽ BJP സ്ഥാനാർത്ഥി മോഹൻ സിംഗ് ബിഷ്ത് 17578 വോട്ടിന്റെ ഭൂരിപക്ഷം. അവിടെ കോൺഗ്രസ് നേടിയത് 11763 വോട്ടെങ്കിൽ ഒവൈസി അവിടെ പിടിക്കുന്നത് 33474 വോട്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 15-16 മണ്ഡലങ്ങളിൽ ആം ആദ്മി സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് കാരണമായി. എന്നാൽ കോൺഗ്രസ് ഒറ്റ സീറ്റ് ജയിക്കാൻ കഴിഞ്ഞില്ല. ദാ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തെ കണക്കിന് പരിഹസിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ പോൾ പൊസിഷനിൽ നിൽക്കുന്ന നിങ്ങൾ ആ പരിഹാസം കേൾക്കാതിരിക്കാൻ കൂടി ബാധ്യസ്ഥപ്പെട്ടവരല്ലേ? രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ളവരല്ലേ ജിൻഡോ? കാശ്മീർ എത്ര സീറ്റ് എന്ന് പറഞ്ഞ് ഏകദേശം 15 സീറ്റ് അല്ലേ? 16 സീറ്റ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 10നും 15നും ഇടയ്ക്ക് സീറ്റ് തന്ന് കോൺഗ്രസുമായിട്ടൊരു സഖ്യത്തിൽ മത്സരിക്കാമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഡിസംബർ 11 തീയതി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ മുന്നണി ഇല്ല ഡൽഹിയിൽ, ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കുകയാണ് അല്ലേ? അവർ കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകളിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നവരെ കോൺഗ്രസിന് യാതൊരു ഇമ്പാക്റ്റും ഇല്ല, ഇൻഫ്ലുവൻസും ഇല്ല എന്നല്ലേ ആം ആദ്മി പാർട്ടിയുടെ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസ് അവിടെ 0 സീറ്റിലാണ്, തോറ്റു ആയിക്കോട്ടെ. പക്ഷേ കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നേതൃനായകത്വം വഹിക്കണം കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രയോ സീറ്റുകൾ വിട്ടുകൊടുത്ത് മത്സരിച്ചു. അതിൻ്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പാർലമെൻറ്റിലേക്ക് നടന്നു കയറിയ പ്രതിപക്ഷ MPമാർക്ക് അവസരം കിട്ടിയത് കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു. ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ, പ്രതിപക്ഷ പാർട്ടികൾ, മാധ്യമങ്ങൾ എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണമെന്ന്. കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തു. ആ വിട്ടുവീഴ്ച ഭരണത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസിനോട് തിരിച്ചു ചെയ്തില്ല. ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കി ഞങ്ങൾക്ക് മത്സരിക്കണം. അല്ല, നിങ്ങളുടെ പ്രശ്നം ആവേണ്ടതല്ലേ ജിൻഡോ? അല്ല, ഞങ്ങളുടെ പ്രശ്നമാവേണ്ടതല്ലേ? കാര്യം ശരിയാണ്. നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഈ മട്ടിലുള്ള ഇന്ത്യ സഖ്യം ബന്ധം സാധ്യമാവില്ല, ബംഗാളിൽ സാധ്യമാവില്ല. ആ പ്രാക്ടിക്കൽ പ്രതിസന്ധി മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ BJP അധികാരത്തിലേക്ക് വരാതിരിക്കാൻ നോക്കുന്ന ഉത്തരവാദിത്തം കോൺഗ്രസിനില്ലേ? ഇനി അരവിന്ദ് കെജ്രിവാൾ എന്ത് പറഞ്ഞാലും, അരവിന്ദ് കെജ്രിവാൾ നിങ്ങളെ എന്താക്രമിച്ചാലും, രാഹുൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ പറഞ്ഞ മദ്യനയ അഴിമതി കേസിൽ രാഹുൽ ഈ പറഞ്ഞ കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടപ്പോൾ കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ച് ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ നേതൃത്വം കൊടുത്തത് രാഹുൽ ഗാന്ധിയാണ് അല്ലേ? ഏതാണ്ട് കേവലം മാസങ്ങൾക്ക് മുൻപാണ്. അതേ രാഹുൽ ഗാന്ധി വന്നതിന് പറയാവോ മദ്യനയ അഴിമതി കേസിൽ ഇയാളാണ് സൂത്രധാരനെന്ന് പറയാവോ ജിൻഡോ? അല്ല, ആ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ ലിസ്റ്റിൽ നരേന്ദ്രമോദിയോടൊപ്പം പെടുത്തിയല്ലേ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്?
അപ്പോൾ സ്വാഭാവികമായിട്ട് അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയപ്പോൾ ഈ രാജ്യം മുഴുവൻ പ്രചരണം നടത്തിയത് ആം ആദ്മി പാർട്ടിക്കാരല്ല, കോൺഗ്രസ്സുകാരാണ്. ആം ആദ്മി പാർട്ടി ഈ രാജ്യത്ത് എത്ര സംസ്ഥാനത്തുണ്ട്? അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് തെരുവിലും നിയമയുദ്ധവുമായി നടന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ്. അപ്പോൾ ഞങ്ങളൊരു ഇന്ത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് മുന്നണി മര്യാദകളുടെ ഭാഗമായിട്ട് അത്തരം പ്രചരണങ്ങൾ നടത്തുകയും സ്വാഭാവികമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളത് ആവശ്യപ്പെടുകയും സഹകരിച്ച് മുന്നേറാമെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നു. ഇവരുടെ സ്യൂഡോ സ്ട്രെങ്ത്, ഇവർ അധികമായിട്ടുള്ള അവകാശവാദങ്ങളിൽ ബലം പിടിച്ചിരിക്കുകയായിരുന്നു. NCP, തൃണമൂൽ കോൺഗ്രസ്, SP പോലെയുള്ള കക്ഷികൾ പോലും ഇവരെ പിന്തുണച്ചു. കോൺഗ്രസ് പറഞ്ഞത് കേട്ടോ ആരെങ്കിലും? ഇല്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യത്ത് BJP വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അണ്ണമുറിയാതെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല, ഞങ്ങളുടെ പ്രവർത്തനം അത് തന്നെ. പക്ഷേ അത് കോൺഗ്രസ് മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കശ്മീർ, ഈ പ്രാദേശിക പാർട്ടികൾ കൂടി ആഗ്രഹിക്കണ്ടേ? പരാജയപ്പെടുമ്പോൾ അതിൻ്റെ പാപഭാരം മുഴുവൻ കോൺഗ്രസിൻ്റെ ചുമലിൽ കെട്ടാൻ പോകുന്ന ആളുകൾ കോൺഗ്രസ് ഇലക്ഷന് മുമ്പ് പറയുന്ന ഏതെങ്കിലും ഒരു ആവശ്യം അംഗീകരിക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? ഹരിയാനയിൽ, ഗോവയിൽ, ഗുജറാത്തിൽ, എന്തിന് കർണാടകയിൽ പോലും ആം ആദ്മി പാർട്ടി മത്സരിച്ചില്ലേ? കോൺഗ്രസും BJP നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ മത്സരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു കോൺഗ്രസ് ആയിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവരെന്തുകൊണ്ടാണ് BJPയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിലോ ഒന്നും പോകാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ നുഴഞ്ഞു കയറി RSSൻ്റെ ഹിഡൻ അജണ്ട നടപ്പാക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് എതിർത്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡന്റിറ്റി നിലപാട് വ്യക്തമാക്കാൻ ഞങ്ങൾക്ക് മത്സരിക്കണമായിരുന്നു. ഞങ്ങൾ മത്സരിച്ചത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടി തോറ്റതെന്ന് പറഞ്ഞാൽ 2013 അഴിമതിക്കെതിരെ വലിയ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് ജൻ ലോക്പാൽ വേണമെന്ന് പറഞ്ഞ് അണ്ണാ ഹസാരയുടെ ചുമല് പറ്റിയിരുന്ന ഈ അരവിന്ദ് കെജ്രിവാൾ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയല്ലോ. മദ്യനയ അഴിമതി കേസ് വന്നപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ധൈര്യപൂർവ്വം ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് പറയാൻ പറ്റിയില്ല? ഇവരുടെ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരുമല്ലാതെ പൊതുജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് BJPക്കെതിരെ പ്രചരണം നടത്താൻ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞില്ല? മുഖ്യമന്ത്രിയുടെ ആഡംബര വസതിയെക്കുറിച്ചിട്ട് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറയുന്നത് BJPയുടെ അപങ്കരമായിട്ടുള്ള പ്രചരണത്തിൽ പെട്ടുപോയെന്ന്. 2013 ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തിയ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി, നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് RSSൻ്റെ ഹിഡൻ പ്രോജക്റ്റ് നടപ്പാക്കിയ അങ്ങനെ വന്ന അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് അവിടെ അടിപതറുകയാണ്. ഇവർ B ടീമിൽ നിന്ന് A ടീമിലേക്ക് അധികാരം കൈമാറി എന്നുള്ളതിനപ്പുറം ഡൽഹിയിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഇവർക്ക് ഏത് കാര്യത്തിലാണ് രാഷ്ട്രീയമായിട്ടും ദേശീയ തലത്തിൽ നിലപാടുണ്ടായിരുന്നത്? പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിൽ നിലപാടുണ്ടായിരുന്നോ? കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു. പകരം ഡൽഹിയുടെ പദവി വെട്ടിക്കുറയ്ക്കുമ്പോൾ അതിനെതിർത്ത് വിലപിക്കുന്ന ആം ആദ്മി പാർട്ടിക്കാരെ നമ്മൾ കണ്ടില്ലേ? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് നിലപാടില്ല. ഇന്ത്യയുടെ നോട്ടിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം ആലേഖനം ചെയ്യണം പറയുന്ന ആം ആദ്മി പാർട്ടി നേതാവ് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ വർഗീയത പ്രസംഗിക്കുന്ന പല ഘട്ടങ്ങളും നമ്മൾ കാണുന്നു. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജി ഇല്ല. കോൺഗ്രസ് ഈ രാജ്യത്ത് ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട്. അധികാരത്തിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ പതിറ്റാണ്ടുകളോളം പോരാട്ടത്തിന്റെ പാതയിലായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് അധികാരത്തിന്റെ ഒരു പ്രശ്നമില്ല. പക്ഷെ അധികാരത്തിന് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഒരു ഒറ്റയാളുടെ പുറകിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനം, അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇല്ല. ശരി, ഞാൻ തഞ്ചിൻഡോ CM പ്രശാന്ത്, ഇവിടെ അരവിന്ദ് കെജ്രിവാൾ ആണ്, നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ അവിടെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നു. എം പ്രശാന്ത്, ഇവിടെ ഈ പറയുന്ന സമാജ്വാദി പാർട്ടി ആവട്ടെ, BSP ആവട്ടെ, ദ്രാവിഡ പാർട്ടികളാവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ദീർഘകാലം പരാജയത്തിലേക്ക് പോയാലും ഈ അണികളെ, പ്രവർത്തകരെ അല്ലെങ്കിൽ സിമ്പതൈസേഴ്സിനെ ചേർത്ത് നിൽക്കാൻ അവർക്കൊരു ആശയമുണ്ട്. ആശയാടിത്തറ ചേർത്ത് നിർത്തും. അങ്ങനെ ഒരു ആശയാടിത്തറ ചേർത്ത് നിർത്താൻ ഒരു ആശയാടിത്തറ ഇല്ലാത്ത ഒരു പാർട്ടി ഇനി അവരുടെ മുഖം, അവരുടെ ഗോപുരം പൊളിഞ്ഞു വീണ പശ്ചാത്തലത്തിൽ ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിജീവിക്കാൻ ഇടയുണ്ടോ? ശ്രീ എം പ്രശാന്ത്. ഹാഷ്മി, അവർക്ക് അതിജീവിക്കാൻ സാധിക്കും. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞാൽ അവർക്ക് അതിജീവിക്കാനാവും. പക്ഷേ അത് എത്രമാത്രം സാധിക്കും എന്നതാണ് ചോദ്യം. ഒന്ന്, കെജ്രിവാൾ എന്ന ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഡൽഹിക്കപ്പുറത്ത് പഞ്ചാബിലുമാണ് നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ളത്. അപ്പോൾ ആ നിലയിൽ മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് സംസ്ഥാനങ്ങളിലായി ചുരുങ്ങുന്നു. അതിൽ ഏറ്റവും പ്രധാന സംസ്ഥാനമായ ഡൽഹി, ഈ പാർട്ടി പിറന്നു വീണ മണ്ണായ ഡൽഹി, അവിടെ ഇപ്പോൾ വലിയൊരു തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോക്ക് പ്രയാസകരം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഏതാണ്ട് 8ഓളം ആം ആദ്മിയുടെ MLA-മാർ BJPയിലേക്ക് കൂറുമാറിയത്. അത് BJP അവരുടേതായ തന്ത്രങ്ങളും മാർഗങ്ങളും ഉപയോഗിച്ച് കൂറുമാറ്റിയതാവാം. എന്നാലും അങ്ങനെ ഒരു ചോർച്ച ഈ തോൽവിക്ക് മുമ്പ് തന്നെ ആം ആദ്മി പാർട്ടിയിൽ സംഭവിച്ചിരുന്നു. കപിൽ മിശ്രയെ പോലുള്ള നേതാക്കളും മറ്റും, അല്ലെ കൈലാഷ് അദ്ദേഹത്തെ പോലുള്ള നേതാക്കളും ഒക്കെ തന്നെ
തന്നെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് കൂറുമാറുന്ന സാഹചര്യം ഈ ഇലക്ഷൻ മുമ്പ് തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ അത് ഭരണത്തിലുള്ള ഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഇപ്പോൾ ഭരണം നഷ്ടമായ ഘട്ടത്തിൽ എങ്ങനെ ആം ആദ്മി പാർട്ടിക്ക് തങ്ങളുടെ നേതാക്കളെയും അണികളെയും ചേർത്ത് നിർത്താൻ പറ്റുമെന്നത് വലിയ ചോദ്യമാണ്. അതിന് സാധിക്കണമെങ്കിൽ കെജ്രിവാൾ എന്ന വ്യക്തി, നമുക്കറിയാം അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് അഴിമതിക്കെതിരായ ഒരു പോരാട്ടത്തിലൂടെയാണ്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ടാണ്, ജനങ്ങളുടെ ഇടയിൽ അത്തരമൊരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ടും നിരന്തരം തെരുവു സമരങ്ങൾ നടത്തിക്കൊണ്ടുമാണ്. തെരുവു സമരങ്ങളുടെ ഒരു നായകനായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു ഘട്ടത്തിൽ വിശേഷിക്കപ്പെട്ടിരുന്നത്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ട്, ഹാഷ്മി ഡൽഹിയിലുള്ള ഘട്ടത്തിലാണ് ഒരു ചെറിയ കാറിൽ ഒരു സാധാരണ മനുഷ്യനായി കഴുത്തിലൊരു മഫ്ലറും ചുറ്റി ഡൽഹിയിലെ കൊടും തണുപ്പിൽ ഈ പറയുന്ന അഴിമതി വിരുദ്ധ ബില്ലിന് വേണ്ടിയും ജനലോക്പാൽ ബില്ലിന് വേണ്ടിയും ഒക്കെ നിരന്തരമായ സമരങ്ങൾ കെജ്രിവാൾ നടത്തി. അങ്ങനെയാണ് ആ ദീർഘമായ തെരുവ് സമരങ്ങളിലൂടെയാണ് കെജ്രിവാൾ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയത്, പ്രത്യേകിച്ച് ഡൽഹിക്കാരുടെ മനസ്സ് കീഴടക്കിയത്. അവർക്കതൊരു പുതിയ രാഷ്ട്രീയമായിരുന്നു, അത് അവർക്കൊരു പുതിയ ആശയമായിരുന്നു, പുതിയ ആവേശമായിരുന്നു. ആ നിലയിൽ ജനങ്ങളിലെ ഡൽഹിയിലെ ഇടത്തരക്കാരുടെ മധ്യവർഗത്തിൻ്റെ ഒപ്പം യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ തന്നെ പ്രതീക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തത്. അതിൻ്റെ ഒരു അനുകരണം മറ്റു പല സംസ്ഥാനങ്ങളിലും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് വേണ്ട വിധം നിലനിർത്തിക്കൊണ്ടുപോകാൻ കെജ്രിവാളിന് സാധിച്ചില്ല. എന്നാൽ പഞ്ചാബിൽ ഡൽഹിയിൽ 2 തെരഞ്ഞെടുപ്പുകൾ കൂടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. ഇവിടെ BJPക്ക് വോട്ട് ചെയ്യാത്തവരല്ലേ 2014 ലോക്സഭയിൽ 7-7, 2019 7-7, 2024 7-7 എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി ആ പാർട്ടിയെ മുന്നോട്ടേക്ക് വരുമ്പോൾ ഡൽഹിയിലെങ്കിലും ഒരു പാർട്ടി വിത്ത് ചേഞ്ച് എന്നൊരു പ്രതിച്ഛായ അവർക്കുണ്ടായിരുന്നു. താങ്കൾ പറയുന്ന പോലെ അന്ന് ഈ പറഞ്ഞ എപ്പോഴും ചുമയുണ്ട്, എപ്പോഴും അരവിന്ദ് കെജ്രിവാളിന് ആ കാലം മൊത്തം ഒരു ചുമയുണ്ട്, മഫ്ലർ ചുറ്റി ചുമച്ചുകൊണ്ട് ഈ രീതിയിൽ സമരം നയിക്കുമ്പോൾ ഈ ഒരു ധാർമ്മിക ശക്തിയുള്ള ധാർമ്മികാടുത്തുള്ള രാഷ്ട്രീയ നേതാവ് എന്നുള്ള വലിയ ഒരു ഓറയുണ്ടായിരുന്നു. ആ ഓറ നഷ്ടപ്പെട്ടു അരവിന്ദ് കെജ്രിവാളിന്. അരവിന്ദ് കെജ്രിവാൾ അഴിമതി നടത്താത്ത ആളാണ് എന്ന് ഉറപ്പിക്കാൻ ഡൽഹിക്കാർക്ക് ഇപ്പോൾ പറ്റുന്നില്ല. അങ്ങനെ ഉറപ്പില്ലായ്മയിൽ എങ്ങനെയാണെന്ന് ഇനി അഴിമതിക്കെതിരെ തെരുവിലിറങ്ങാൻ കഴിയുക കെജ്രിവാളിന്? എം പ്രശാന്ത്. തീർച്ചയായും കാശ്മീർ അഴിമതിക്കേറി ഇനി തിരിറങ്ങാൻ കഴിയുമോ എന്നത് ഒരു അത്ര വ്യക്തമായൊരു ഉത്തരം തരാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പോഴും മുഖ്യ പ്രതിപക്ഷം എന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. അവർക്ക് 22 MLA-മാരുണ്ട്, അതിശയെ പോലുള്ള നേതാക്കൾ ജയിച്ചു വന്നിട്ടുമുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിലും ഡൽഹിയിലും ഭരണത്തിൽ BJP ആണ്. നിശ്ചയമായും ഇവിടെ BJPയുടെ ഭരണപരാജയങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ഡൽഹിയിലെ നിരവധിയായ വിഷയങ്ങൾക്കെതിരെ, അത് ആം ആദ്മി പാർട്ടിക്ക് പരിഹാരം കാണാത്ത രൂക്ഷമായ വായുമലിനീകരണം അടക്കമുള്ള വിഷയമുണ്ട്, യമുനയിലെ മാലിന്യം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ അതൊക്കെ കെജ്രിവാൾ കാരണമായി പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ട സഹകരണവും സഹായവും കിട്ടുന്നില്ല എന്നാണ്. ഇനിയിപ്പോൾ ആ ഒരു മറുപടി BJPക്ക് സാധ്യമല്ല. അവൾ വളരെ വേഗത്തിൽ BJPക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതായുണ്ട്. അത് കാണാൻ സാധിച്ചില്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രതിപക്ഷമായി ഒറ്റക്കെട്ടായി നിലയുറച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ നിലനിന്ന് പോവാം. അതല്ലെങ്കിൽ വളരെ വേഗം ആഷി പറഞ്ഞതുപോലെ ആ പാർട്ടിയുടെ അസ്തിത്വം ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് നിലവിലെ ഡൽഹി രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥിതി. PV രാജേഷിലേക്ക് നവീൻജി നാദമണിക്കും ജിൻഡോയ്ക്കും മറുപടിക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ PV രാജേഷ്, കഴിഞ്ഞ ലോക്സഭയിൽ കണ്ടതുപോലെ പിന്നെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കണ്ടതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഡൽഹിയിൽ ഒരു കമ്മ്യൂണൽ കാർഡ് എടുത്തു വെച്ചില്ല? നിങ്ങൾക്ക് കമ്മ്യൂണൽ രാഷ്ട്രീയം പറയാൻ അറിയാത്തവരല്ല. അങ്ങനെ എടുത്തു വെക്കാത്തതിന് കാരണം എന്താണ്? അങ്ങനെ എടുത്തു വെച്ചാൽ ഒരു ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ ഒരു വോട്ട് കൺസോൾട്ടേഷൻ ഉണ്ടാകും. അത് വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങളുടെ വളരെ അളന്നുകുറിച്ചുള്ള ഡിസൈൻഡ് പ്രചരണ രീതി അവിടെ ഫലം കാണുന്നുണ്ട്. അതിനു മുമ്പ് വർഷങ്ങളായി ഏകദേശം ഒരു 1-2 വർഷം മുമ്പ് നിങ്ങൾ ഗ്രൗണ്ടിൽ പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. RSS അവിടെ 100 കണക്കിന് വീട് കയറിയുള്ള ചെറിയ യോഗങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് നിങ്ങളുടെ വിജയം, അത് അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് എതിരായി നിന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ പറയുന്ന വിശ്വാസ്യത, ഈ പറയുന്ന ധാർമ്മിക ബലം, ഈ പറയുന്ന ധാർമ്മിക ശക്തി, അത് നിങ്ങൾക്ക് ബാരിയറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങൾ അതിനെ തകർക്കാൻ ബോധപൂർവം നീക്കങ്ങൾ നടത്തിയോ PV രാജേഷ്? ഹാഷ്മി, ഇപ്പോൾ ഹരിയാന മറ്റു സംസ്ഥാനങ്ങളിൽ ഞങ്ങളൊരിടത്തും കമ്മ്യൂണൽ കാർഡൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല. ഓരോ സാഹചര്യത്തിലും വരുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാകും. അതേ പ്രചരണ രീതി തന്നെയാണ് പുതിയൊരു BJP ഒന്നും അല്ലല്ലോ ഡൽഹിയിൽ പ്രവർത്തിച്ചത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു, ഡൽഹിയിലെ സാഹചര്യത്തിൽ അതേ പാർട്ടി തന്നെ അതേ നേതൃത്വം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മുദ്രാവാക്യവും പ്രസംഗത്തിൻ്റെയൊക്കെ ശൈലികൾ മാറി വന്നേക്കാം. ഡൽഹിയുടെ സാഹചര്യം എന്താണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഡൽഹിയിലേക്ക് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിച്ചു. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ BJP ഇല്ലാതാക്കി. BJPയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ED ഉണ്ട്, അതുണ്ട്, ഇതുണ്ടായിരുന്നു, അതൊക്കെ പ്രയോജനപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുവെന്ന് ഫോർ ആർഗ്യുമെൻറ്റ് സേക്ക് ഞാൻ സമ്മതിച്ചാൽ തന്നെ അണ്ണാ ഹസാരെ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നല്ലോ.
അണ്ണാ ഹസാരെ ഇന്ന് എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ ഞങ്ങളല്ലല്ലോ നിയന്ത്രിക്കുന്നത്. ഇവിടെ അഴിമതിക്കെതിരായ പ്രതിച്ഛായ എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അവതരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ, ഷീലാ ദീക്ഷിതിൻ്റെ സമയത്ത് ഡൽഹിയിലുണ്ടായ അഴിമതിക്ക് എതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് അണ്ണാ ഹസാരെ ആയിരുന്നു. അണ്ണാ ഹസാരയോടൊപ്പം നിന്നുകൊണ്ടുള്ള ചില മുന്നേറ്റങ്ങൾക്കാണ്, അദ്ദേഹത്തെ സഹായിക്കുന്ന തരത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ നമ്മളൊക്കെ കണ്ടത്. അപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള അണ്ണാ ഹസാരെ അന്നും ഇന്നും ആ നിലപാട് തന്നെയാണ് നിൽക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗങ്ങളൊഴികെ അധികാരത്തിലേറി പിറ്റേ ദിവസം മുതൽ അധികാരം ലഭിക്കുന്ന ഒരു അഴിമതിക്കാരനായ വ്യക്തി ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം നാളിതുവരെ പ്രവർത്തിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അഴിമതിക്കെതിരായ വലിയ പോരാട്ടം നടത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വന്നത് എന്ന് എന്നോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. അണ്ണാ ഹസാരെ നടത്തിയ പോരാട്ടങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് സ്വതന്ത്ര മൂവ്മെന്റ് ആണെന്നാണോ വി വി രാജേഷ് കരുതുന്നത്? അതിനകത്ത് വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, അതിൽ അജിത് ഡോവൽ, അതിൽ ഈ പറഞ്ഞ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന അണ്ണാ ഹസാരെ, ബാബ രാംദേവ്, കിരൺ ബേദി, അരവിന്ദ് കെജ്രിവാൾ, അത് ഈ പറഞ്ഞ VIK വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് RSന്റെ തിങ്ക് ടാങ്ക് ആണ്, അതുമായി ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും രാജേഷ് അറിയാത്തതൊന്നുമല്ല. അതങ്ങ് വളരെ നിഷ്കളങ്കമായി ഉണ്ടായതാണോ ഇന്ത്യ കറപ്ഷൻ? അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് അണ്ണാ ഹസാരെ ആയിരുന്നു. അതോടൊപ്പം ചുറ്റിപ്പറ്റി പലരും ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ അതിൻ്റെ നേട്ടം കൊയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഉള്ളിൽ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അധികാരം കിട്ടി പിറ്റേ ദിവസം മുതൽ മാല പോലെ നീഴുന്ന അഴിമതി കഥകളിലും വസ്തുത ഉള്ളതിലും വസ്തുത ഇല്ലാത്തതിലുമൊക്കെ തന്നെ ഇദ്ദേഹം പെടുമായിരുന്നു. അപ്പോൾ അഴിമതിക്കെതിരായ വളരെ പോരാട്ടം നടത്തുന്ന ആളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള വാദഗതിയോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. ഇനി വേറൊന്ന് ഞാൻ പറയാം. BJP അല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഒരു രാജ്യം ഭരിച്ചാലും അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിച്ചാലും ഒരു പഞ്ചായത്ത് ഭരിച്ചാലും അതിന് എതിരായിട്ട് ഒരു വിഭാഗം എല്ലാ കാലത്തും സമൂഹത്തിലുണ്ടാകും. BJP ഇപ്പോൾ രാജ്യം ഭരിക്കുന്നു, സംസ്ഥാനം ഭരിക്കുന്നു, അതുകൊണ്ട് BJPക്ക് എതിരാളികൾ ഒരിടത്തും ഉണ്ടാവുകയില്ല, ഉണ്ടാകാൻ പാടില്ലെന്നുള്ളതല്ല, ഉണ്ടാകും. അത് ചില പ്രതിഭാസങ്ങളുടെ രൂപത്തിൽ ചിലപ്പോൾ വരാറുണ്ട്, ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിൽ വരാറുണ്ട്. അതായത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഒരു പ്രതിഭാസം കുറേ കാലം വന്നു. കുറേ കാലം അദ്ദേഹം കുറേ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ സൗജന്യമായിട്ട് തരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു മുന്നേറ്റത്തെ ഒരിക്കലും നിരന്തരമായിട്ട് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അവിടെയാണ് ഒരു ആശയത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ എന്തുകൊണ്ടാണ് പല സ്ഥലത്തും പരാജയപ്പെടുന്നത്? ആശയം നഷ്ടപ്പെട്ടിട്ട് ചില വ്യക്തികളുടെയോ ഒരു കുടുംബത്തിൻ്റെയോ പക്കലേക്ക് ആ പാർട്ടി മാറുന്നു. ഇവിടെ ആശയത്തെ നിലനിർത്തി പ്രവർത്തിച്ചിരുന്നപ്പോഴേക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിന്നിരുന്നു. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ കാലഹരണപ്പെട്ടപ്പോഴാണ് ആ പ്രസ്ഥാനങ്ങൾ തന്നെ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ വീണ്ടും അടിവരയിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 3 പതിറ്റാണ്ട് ഭരണത്തിൻ്റെ 7 അയലത്തില്ലാതിരുന്നിട്ടും BJPക്ക് വീണ്ടും അവിടെ വരാൻ സാധിച്ചത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റിയുള്ള ഒരു ആശയം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ആശയത്തിന് വേണ്ടി അധികാരം കിട്ടിയില്ലെങ്കിലും പതിറ്റാണ്ടുകളോളം പ്രവർത്തിക്കുവാൻ വേണ്ടി ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുണ്ട്. അത് ജനങ്ങൾ സ്വീകരിക്കത്തക്ക തരത്തിൽ അവരുടെ അടുത്ത് എത്തിക്കുവാനുള്ള മിഷണറി ഞങ്ങൾക്കുണ്ട്. ഇത് ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും ഇത് മുൻപോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ചിലപ്പോൾ അധികാരത്തിലെത്തുമ്പോൾ ചില മിസ്റ്റേക്കുകൾ സംഭവിക്കും. ഞങ്ങളത് കറക്റ്റ്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ് അത്രത്തോളം ഭൂരിപക്ഷമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് എന്ന് പഠിച്ചിട്ട് ഞങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി BJP അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇല്ലാതായി പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രമിച്ചു. പിന്നെ പ്രതിപക്ഷം എന്നുള്ളത് ഞങ്ങൾ ഉണ്ടായിരിക്കണോ? അവർ കാണിക്കുന്ന എല്ലാ തെറ്റുകൾക്കുമെതിരെ ഞങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കും. അത് ഇനിയും ഞങ്ങൾ ചെയ്യും. അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഞങ്ങൾ പോകും. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ കോടതി മാസങ്ങളോളം അദ്ദേഹത്തെ ജയിലിലിട്ടത്? ജഡ്ജിനെ BJPക്ക് സ്വാധീനിക്കാൻ സാധിക്കുമോ? അപ്പോൾ അതിൽ വസ്തുതയുണ്ട്. മദ്യ വിഷയത്തിൽ വസ്തുതയുണ്ട്. ആ വസ്തുതകൾ അംഗീകരിക്കുവാൻ വേണ്ടി ആം ആദ്മി പാർട്ടി തയ്യാറാകണം എന്നാണ് പറയുവാനുള്ളത്. ശരി, ശ്രീ ജിൻഡോ, ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു, കോൺഗ്രസ് ഒരു പരജീവി പാർട്ടിയായി മാറി, കോൺഗ്രസ് ഒന്നിന് പിന്നാലോ മറ്റൊന്നായി കൂടെയുള്ളവരെ അവസാനിപ്പിക്കുന്ന പാർട്ടിയായി മാറി, കൂടെയുള്ളവരുടെ ആശയം കവരുന്നു, അവരുടെ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാക്കുന്ന പാർട്ടിയെ അധപ്പതിച്ചു കോൺഗ്രസ്. മുലായം സിംഗ് യാദവ് മനസ്സിലായിരുന്നു. അതാ പിന്നീട് പറയുന്നു, 2014 രാഹുൽ ഗാന്ധി 5 വർഷം ഹിന്ദുവായി BJPയുടെ വോട്ട് ബാങ്ക് കവരാൻ ശ്രമിച്ചു. ഇപ്പോൾ അവരുടെ ലക്ഷ്യം പ്രാദേശിക പാർട്ടികളാണ്. ഇന്ത്യയിലെ പാർട്ടികൾക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ തനി സ്വരൂപം മനസ്സിലായി. രാഷ്ട്ര താല്പര്യത്തിന് പ്രവർത്തിക്കുന്ന പകരം അവർ അർബൻ നക്സലിസ്റ്റ് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു. ഇവിടെ ഡൽഹിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ബോധപൂർവം അല്ലെങ്കിൽ കൂടിയും
ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം പ്രധാനമന്ത്രി അവരുടെ വിക്ടറി സ്പീച്ചിൽ നിങ്ങൾക്ക് നൽകുന്നില്ല ജിൻഡോ? അല്ല ഹാഷ്മി, ഇപ്പോൾ വി രാജേഷ് ഇപ്പം തന്നെ പറഞ്ഞില്ലേ ഉള്ളൂ, അവർക്കൊരു ആദർശമുണ്ടെന്ന്, ആശയമുണ്ടെന്ന്. ആ ആശയമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ 11 വർഷമായിട്ട് അദ്ദേഹം അത് മാത്രമേ പറയുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ നിത്യനിദാനമായ ഒരു പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അദ്ദേഹം ഈ ആശയങ്ങളെ പറയുന്നത്. 11 വർഷം മുമ്പ് അധികാരത്തിലിരുന്ന കോൺഗ്രസിൻ്റെ കുറ്റവും കുറവും പഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ കുറച്ച് വർഗീയതയും വിഷവും വിളമ്പുക. അതിനപ്പുറത്ത് പൊളിറ്റിക്കലായിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് തയ്യാറല്ല. ഈ തെരഞ്ഞെടുപ്പിൽ പോലും അതിനുശേഷം BJP ജയിച്ചു, ആ ജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പോഴും കോൺഗ്രസിനെ കുറ്റം പറയാൻ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആം ആദ്മി പാർട്ടി ആരുടെ പ്രോഡക്റ്റാ? ആം ആദ്മി പാർട്ടിയെ ആ പാർട്ടി ഉണ്ടാകുന്നത് തന്നെ ഈ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞിട്ടല്ലേ? എന്നിട്ട് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി പ്രോജക്റ്റുകളായ ഇലക്ട്രൽ ബോണ്ട് നടന്നു ഇല്ലേ? പെട്രോളിയം നികുതി കൊള്ള 11 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കോടാനുകോടിയാണ് രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ കൽക്കരി കുംഭകോണത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വരുന്നു. അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്ന 20,000-ലധികം കോടി എവിടെ നിന്ന് വന്നു, ആര് കൊണ്ടുപോയി, എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് കണ്ടുപിടിക്കാൻ ഈ മോദിയുടെ വിശ്വഗുരുവിൻ്റെ സൂക്ഷ്മദർശിനിയിലൂടെ സാധിക്കുന്നില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള അഴിമതി നടന്നു. എന്താ ഇവരുടെ നിലപാട്? അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിയല്ലേ? ഇതിനെതിരെ എന്തെങ്കിലും നിലപാട് കേജ്രിവാൾ എടുത്തിരുന്നോ? ഇല്ല. ഇവർ കൃത്യമായിട്ട് വർഗീയ അജണ്ട വെച്ചുകൊണ്ട് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ ദ്രോഹിക്കുന്നു, ദ്വേഷിക്കുന്നു. കുഴപ്പമില്ല. കോൺഗ്രസിന് ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഈ രാജ്യത്തെ മുഴുവൻ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ, മുഴുവൻ ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ, മുഴുവൻ ഭാഷാ ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളേണ്ട ഒരു പാർട്ടിയാണ്. ഉൾക്കൊള്ളും. അതാണ് ഞങ്ങളുടെ ആശയം. BJPക്ക് അങ്ങനെ ഒരു ആശയമില്ല. BJPയുടെ ആശയം എന്താ? സംഘപരിവാർ ആശയമാണ്, അവരുടെ ഹിന്ദുത്വ അജണ്ടയാണ്. അവർക്ക് അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ചില പോരായ്മകൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാകുന്നേ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ളതല്ലേ, അപ്പോൾ ചില പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകളുടെ കുറവ് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് ഈ അരവിന്ദ് കേജ്രിവാളിൻ്റെ പാർട്ടി തോൽക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും പറയുന്നു, B ടീമിൽ നിന്ന് A ടീമിലേക്ക് അധികാരം കൈമാറിയതിനപ്പുറം ഡൽഹിയിൽ മറ്റൊരു മാറ്റവും നടന്നിട്ടില്ല. അവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം കോൺഗ്രസ് അല്ലേ? 2013 ഈ രാജ്യം ശരിയാണ്. ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ, അതിൽ കോൺഗ്രസിനെ കുറ്റം പറയില്ല. കാര്യം ആപ്പ് വളരുന്നത് അത് ഡൽഹിയിലാവട്ടെ, അത് പഞ്ചാബിലാവട്ടെ, കോൺഗ്രസിനെ തീർത്തുകൊണ്ടാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അസ്തിത്വം തിരിച്ചു പിടിക്കണം. പക്ഷേ താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ B ടീമായിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നതല്ലേ ശ്രീ ജിൻഡോ? ഈ പറയുന്ന B ടീമിന് വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ പോയി സംസാരിച്ചതല്ലേ ശ്രീ ജിൻഡോ? അത് കഴിഞ്ഞ് തർക്കമുണ്ടായി, നിങ്ങൾ പരസ്പരം അനുസരിച്ചു. കാര്യം ശരി. എങ്കിലും ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയെ അവർ BJPയുടെ B ടീമാണ് എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കാവോ? അല്ല, അതിൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല ഹാഷ്മി. ഞങ്ങൾ CPM ഞങ്ങളുടെ കൂടെ ഇന്ത്യ സഖ്യത്തിലില്ലേ? തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ ഇന്ത്യ സഖ്യത്തിലില്ലേ? അപ്പോൾ സംസ്ഥാന തലങ്ങളിൽ ഞങ്ങൾ ഇവരായിട്ട് മത്സരിക്കുന്നുണ്ട്. ആ ഇന്ത്യ സഖ്യം എന്തിനാണ് രൂപീകരിച്ചത്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ്. അതിനപ്പുറത്ത് ഇന്ത്യ സഖ്യം സംസ്ഥാന തലങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഞങ്ങളോടൊപ്പം ഹരിയാനയിൽ നിന്നില്ല? 8 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ? ഹരിയാന തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പാണ് അരവിന്ദ് കേജ്രിവാൾ ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. ആദ്യത്തെ പ്രഖ്യാപനം എന്താ? ആപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന്. കോൺഗ്രസിന് ആപ്പ് അടിക്കാൻ വേണ്ടിയുള്ള തിരക്കിൽ അവനവന് ആപ്പ് വയ്ക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ കണ്ടത്. ഇവര് ഗോവയിൽ കോൺഗ്രസിന് പണി തരാൻ നോക്കിയില്ലേ? ഇവർ ഗുജറാത്തിൽ കോൺഗ്രസിന് പണി തരാൻ നോക്കിയില്ലേ? ഇപ്പൊ ആർക്ക് കിട്ടി? അരവിന്ദ് കേജ്രിവാൾ എന്ന് പറഞ്ഞ ഒറ്റയാൾ പാർട്ടിയിലായിരുന്നു ഈ പാർട്ടിയുടെ വിശ്വാസം. ഒറ്റയാളിൽ അവിടെ ഡെമോക്രസി ഉണ്ടോ? യോഗേന്ദ്ര യാദവ് പുറത്തേക്ക് പോയില്ലേ? പ്രശാന്ത് ഭൂഷൺ പുറത്തേക്ക് പോയില്ലേ? ഇവർ ജനാധിപത്യ പാർട്ടി അല്ല, ഏകാധിപത്യ പാർട്ടിയാണ്. അരവിന്ദ് കേജ്രിവാളിന് അപ്പുറത്ത് ഒരു നേതാവുണ്ടോ? ഒരു പാൻ ഇന്ത്യൻ ലീഡർ ഉണ്ടോ? അരവിന്ദ് കേജ്രിവാൾ വീണു, ആ പാർട്ടിയും വീണു. ഈ 15 വർഷത്തെ ചരിത്രത്തിൽ, 10 വർഷത്തെ ചരിത്രത്തോടുകൂടി ഈ പാർട്ടി തീരുകയാണ്. 2013 മൻമോഹൻ സിംഗിനെതിരെ നിരന്തരം ഇല്ലാത്ത അഴിമതി കഥകൾ പറഞ്ഞ് ഈ നരേന്ദ്രമോദിയും ഈ അരവിന്ദ് കേജ്രിവാളും പ്രചരണം നടത്തിയില്ലേ? മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് മുമ്പ് അരവിന്ദ് കേജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ പോകുന്നത് നമ്മൾ കണ്ടില്ലേ? എന്തിന്റെ പേരില്ല? മദ്യനയ അഴിമതി കേസിൽ. ഇവർ വലിയ മണിമാളിക കെട്ടിയത് കോൺഗ്രസ് പറഞ്ഞിട്ടാണോ? മദ്യനയത്തിൽ അഴിമതി നടത്തിയത് കോൺഗ്രസ് പറഞ്ഞിട്ടാണോ? ഇവർക്ക് ജനങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തത് കോൺഗ്രസ് പറഞ്ഞിട്ടാണോ? ഇവരുടെ 8 MLA-മാർ BJPയിലേക്ക് പോയത് കോൺഗ്രസ് പറഞ്ഞിട്ടാണോ? ഇവർക്ക് നിലപാടില്ലാത്തത് കോൺഗ്രസ് പറഞ്ഞിട്ടാണോ? ഇവർക്കൊരു ആശയ അടിത്തറയില്ലെന്നേ. അതുകൊണ്ടാണ് പറഞ്ഞത് BJPയുടെ B ടീം എന്ന്. ഇവർ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ ചുമലിൽ കെട്ടിവെക്കാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് പറഞ്ഞത് ഇവർ വിലക്കെടുത്തോ? ഇവർ പറഞ്ഞ ഇവരുടെ സ്യൂഡോ സ്ട്രെങ്ത്തിൽ വിശ്വസിച്ചുകൊണ്ട് പല ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ന് ആ പാർട്ടിയിൽ ആരും ഒരു അഭിപ്രായം പറയുന്നില്ല. ആരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? ഹരിയാനയിൽ 1% വ്യത്യാസമുള്ളൂ BJPയും കോൺഗ്രസും തമ്മിൽ. കോൺഗ്രസ് പരാജയപ്പെട്ടു. അവിടെ ആം ആദ്മി പാർട്ടിക്ക് 2% വോട്ട് കിട്ടി. എന്തേ അന്നൊരു CPM നേതാവും ആക്ഷേപം പറയാതിരുന്നത്? എന്തേ ഗോവയിൽ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ ഒരാളും ആം ആദ്മി പാർട്ടിയെ വിമർശിക്കാതിരുന്നത്? കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള
BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിനൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞും പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരൊക്കെ. ഇന്ന് ഇവർ തോറ്റ് തൊപ്പിയിട്ടപ്പോൾ കോൺഗ്രസിനെതിരെ മറ്റേ കൂവി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കി ഞങ്ങൾ നിലപാട് ഉറപ്പിക്കും. ഇനി മറ്റൊന്നു കൂടി കാണാൻ പോവുക, ഡൽഹിയിൽ ഇനി കോൺഗ്രസ് എല്ലാ ബൂത്തിലും കോൺഗ്രസിന്റെ ശക്തമായ സംഘടനാ സംവിധാനം വരുന്നു. BJPയോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങപ്പെട്ടിരുന്നു. ഇത്രയും കാലം ഡൽഹിയിലെ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ ആം ആദ്മി പാർട്ടിയാണ് അവിടുത്തെ സമസ്ത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് വിശ്വസിച്ചു. ആ പരിഹാരമാർഗം അസ്തമിച്ചു. അഴിമതിക്കെതിരെ പോരാട്ടം നയിച്ചു വന്ന അപ്പസ്തോലൻ അഴിമതി കേസിൽ അകത്തു പോയപ്പോൾ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള ഐഡിയോളജിയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ആളുകൾ തിരിച്ചു വരുന്ന കാഴ്ച കാണാൻ പോകുന്നത്. ഞങ്ങളും BJP നേരിട്ട് ഏറ്റുമുട്ടും. ആം ആദ്മി പാർട്ടിക്ക് 20 സീറ്റുണ്ട്, അല്ലെങ്കിൽ 20 MLA-മാരുണ്ട്. എത്ര ദിവസം ഇവരുടെ MLA-മാർ ആ നിയമസഭയിൽ ഉണ്ടാവും നമുക്ക് കാണാം. ആം ആദ്മി പാർട്ടിക്ക് മുഖ്യമന്ത്രിയും ഭരണവും ഉണ്ടായപ്പോൾ പോലും 8 MLA-മാർ BJP-യിലേക്ക് പോയില്ലേ ഇലക്ഷന് മുമ്പ്. ഇനി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി തകരാൻ പോവുക, ഇന്ത്യ ഒട്ടാകെ ഇത് സംഭവിക്കാൻ പോവുക. ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഐഡന്റിറ്റി എന്താ? നവീൻജിനാഥമണി, അത് പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ദീർഘനാൾ ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ അതിനൊരു പ്രത്യയശാസ്ത്രം, നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഐഡിയോളജി എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ കളിയാക്കുമായിരുന്നു. പക്ഷേ പ്രത്യയശാസ്ത്രം അനിവാര്യമാണെന്നേ. നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രമില്ല. നിങ്ങൾ പറയുന്നത് എന്താണ് സൗജന്യം കൊടുക്കും. ശരി, സൗജന്യ വൈദ്യുതി. ഞാനും 1000 രൂപ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ അന്ന് ഡൽഹിയിൽ ഈ സൗജന്യത്തിൻ്റെ ആനുകൂല്യം പറ്റിയ ആളാണ്. ശരി, ഇക്കാലം അത്രയും സൗജന്യ വൈദ്യുതി, കുടിവെള്ളം, ഈ ഫ്രീ ബീസിൻ്റെ ചാമ എല്ലാ കാലവും നിൽക്കില്ലെന്നേ. ആൾക്കാർ ദീർഘകാല ഓർമ്മയിൽ ആ ഉപകാര സ്മരണയിൽ ദീർഘകാലം നിങ്ങൾക്കിപ്പോൾ നിൽക്കില്ല. വോട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യമുണ്ട്. വോട്ട് നെക്സ്റ്റ് ചോദ്യം നിങ്ങൾക്ക് ഉത്തരവില്ല. ആ ഉത്തരവില്ലായ്മയിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും ഈ പറഞ്ഞ നിങ്ങൾ ഡൽഹിയുടെ തുടർച്ചയിൽ നേട്ടമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഇത് ബാധിക്കാൻ പോവാ. നവീൻജിനാഥമണി, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ ലക്ഷ്യത്തോടെയും കൃത്യമായ പ്രത്യയശാസ്ത്രത്തിനപ്പുറത്തെ കൃത്യമായ ആശയത്തോടെയും കൂടെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ നിൽക്കുന്ന ഭരണ സംവിധാനങ്ങളെ ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനങ്ങളാക്കി മാറ്റിയും ആ ഭരണ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഏത് രീതിയിൽ ഇടപെടാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു ആശയം മുമ്പോട്ട് വെച്ച്, സുതാര്യത എന്നുള്ളൊരു ആശയം മുമ്പോട്ട് വെച്ച് തന്നെയാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വരുന്നത്. ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെച്ച ആ ആശയം ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ജനങ്ങൾ ഏറ്റെടുക്കുന്നതിനപ്പുറം നമ്മളെ മാറി കഴിഞ്ഞ 75 വർഷക്കാലം ഭരിച്ച ഇവിടുത്തെ വ്യത്യസ്ത പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടതാണ്. ഈ ഡൽഹിയിലെ അവസ്ഥ തന്നെ പറയുകയാണ് എങ്കിൽ, പണ്ട് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വയ്ക്കുമ്പോൾ കുടിവെള്ളവും വൈദ്യുതിയും ഒക്കെ ജനങ്ങളുടെ അവകാശമാണെന്നും അത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്, ജനങ്ങൾക്ക് ആവശ്യം വേണ്ട അളവിൽ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം അസാധ്യമാണ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഡൽഹിയിലുണ്ടായിരുന്നു. ആ ഭരണാധികാരിയുടെ പേരാണ് നേരത്തെ ജിൻഡോ സൂചിപ്പിച്ച ഷീലാ ദീക്ഷിത് എന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു പോകാനുള്ളത്, ജിൻഡോ ആക്രമിക്കുന്ന ആക്രമം കണ്ടു കഴിഞ്ഞാൽ അവരുടെ എതിരാളി BJP അല്ല ആം ആദ്മി പാർട്ടിയാണെന്ന് ബോധ്യപ്പെടും. അപ്പോൾ BJPയെ ജയിപ്പിക്കാനായിട്ട് ആരാണ് ഡൽഹിയിൽ പണിയെടുത്തത് ജിൻഡോ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തോട്ട് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെച്ച ആ ആശയങ്ങൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. അവിടെ പ്രകടന പത്രികകൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക്, ഡൽഹിയിലെ പ്രകടന പത്രികകൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ട് പറയുന്നത് എന്താണ്? ആം ആദ്മി പാർട്ടി നടപ്പിലാക്കുന്ന സ്കീമുകൾ അതേ അർത്ഥത്തിൽ നിലനിർത്തുമെന്ന് പറഞ്ഞു. അതിനിപ്പുറം കഴിഞ്ഞ പ്രാവശ്യം കർണാടക ഇലക്ഷനിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്തായിരുന്നു? അസാധ്യമെന്ന് കോൺഗ്രസ് പറഞ്ഞ, ഷീലാ ദീക്ഷിത് അസാധ്യമെന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അതിനെ സൗജന്യം എന്ന് വിളിക്കുക, അതിനെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് വിളിച്ചു നോക്കുവാണെങ്കിൽ ആ ജനക്ഷേമ പ്രവർത്തനങ്ങളല്ലായിരുന്നു ആം ആദ്മി പാർട്ടി നിങ്ങൾ ജനക്ഷേമ പ്രവർത്തനം മുന്നോട്ട് വെക്കുന്നതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. പക്ഷേ ആ ജനക്ഷേമ പ്രവർത്തനത്തിന് മുകളിൽ ഒരു ജനക്ഷേമം നൽകാം എന്നൊരു പാർട്ടി പറഞ്ഞാൽ നിങ്ങളുടെ സിമ്പതൈസ്, നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ അവർക്ക് വോട്ട് മാറ്റിക്കുത്തും. അതല്ലാതെ നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാൻ ആവശ്യമായ ഒരു ആശയം നിങ്ങൾക്കില്ല. ഇപ്പൊ അവിടെ BJP ഇപ്പോ അവിടെ നോക്കൂ നവീൻജിനാഥമണി, ഇക്കുറി ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിയിൽ ഈ പുരുഷ വോട്ടർമാർക്ക് മുകളിൽ സ്ത്രീ വോട്ടുകൾ ചെയ്തപ്പെട്ട ഒരു കാലമാണ് 60.9. ഇക്കാലം അത്രയും ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം സ്ത്രീ വോട്ടുകൾ. സ്ത്രീകൾക്ക് നിങ്ങൾ 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞ് BJP പറഞ്ഞു ഞങ്ങൾ 2500 തരാം, അല്ലെങ്കിൽ കോൺഗ്രസ് 2500, BJP 3000 എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വോട്ട് കുത്തിരുന്ന സ്ത്രീകൾ അവിടെ പോയി വോട്ട് കുത്തുവന്നേ. ഇതിന്റെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ വോട്ട് കുത്താൻ ആവശ്യമായ ഐഡിയോളജി നിങ്ങളുടെ പക്കലില്ല, ബോണ്ടില്ല, നിങ്ങൾക്ക് അതിനെ കണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെയല്ല ഹാഷ്മി. കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഏത് രീതിയിൽ ഈ ജനകീയ ഇടപെടലുകൾ ഭരണകൂട സംവിധാനങ്ങൾ നടത്താൻ സാധിക്കുമെന്നും ഒരു ഭരണകൂട സംവിധാനത്തെ സുതാര്യമായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് അരവിന്ദ് കെജ്രിവാൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇനി മുമ്പോട്ട് വയ്ക്കാനായിട്ട് ഈ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടാണ് ഡൽഹിയിൽ ഇറങ്ങുന്നത്. പിന്നെ അവിടുത്തെ കേവലം ഈ ഒരു വിഷയങ്ങളിൽ മാത്രം ഡൽഹി തെരഞ്ഞെടുപ്പിനെ കാണരുത് ഹാഷ്മി. ഡൽഹിയിൽ ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തിയ ശ്രമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണാതെ പോകരുത്. ന്യൂഡൽഹിയിൽ പോലും കൽക്കാജിയിലാണ്
നോക്കുകയാണെങ്കിലും പല മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ എടുത്തുകൊണ്ടുവച്ച് കാണിക്കുകയുണ്ടായി. 20,000-ഓളം വോട്ടർമാരെ ഒഴിവാക്കിക്കൊണ്ട് 6,000-ഓളം വോട്ടർമാരെ പുതിയതായിട്ട് ചേർത്തുകൊണ്ട് അവിടെ വോട്ടർ പട്ടിക വന്നപ്പോൾ ഈ വോട്ടർ പട്ടികയുമായിട്ട് കൂട്ടിച്ചേർത്തവരെയും ഒഴിവാക്കപ്പെട്ടവരുടെയും ലിസ്റ്റുമായിട്ട് പൊതുസമക്ഷത്തിലോട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് കാണിക്കുകയുണ്ടായി. ഇത് ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിച്ചാണ്. ഇലക്ഷൻ കമ്മീഷൻ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. അവിടെ പണവും മറ്റു സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തെളിവ് സഹിതം ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ കൊണ്ടുകൊടുത്താണ്. ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദനായിട്ട് നിന്നു. അവിടെ ഡൽഹി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ചേരികളിൽ നിന്ന് വോട്ടർമാരെ എത്തിക്കാനുള്ള തടസ്സം നിർത്തിയ കാര്യങ്ങൾ അറിയാം. ചില മണ്ഡലങ്ങളിൽ നിന്ന് അജ്മീറിലോട്ട് 20ഓളം ബസ്സുകൾ ഇലക്ഷന്റെ തലേന്ന് BJP അറേഞ്ച് ചെയ്ത് ചേരി നിവാസികളെ അജ്മീറിലോട്ട് യാത്രയാക്കിയ സംഭവങ്ങൾ നമുക്കറിയാം. ഇത്തരം ഒത്തിരി സംഭവങ്ങൾ ഡൽഹിയിൽ നടന്നു എന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണാതെ പോയത്. എങ്ങനെയാണ് ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം അട്ടിമറികൾ നടത്തുന്നതെന്ന് നമ്മൾ കാണാതെ പോയത്. പല പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു. അതേസമയത്താണ് കോൺഗ്രസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ. കോൺഗ്രസ് BJP-ക്കാളും ശക്തമായ രീതിക്ക് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്കെതിരെ വന്ന ആ കള്ള ആരോപണമെന്ന പൂർണ്ണ ബോധ്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെങ്കിൽ പോലും ഡൽഹി കോൺഗ്രസ് നേതൃത്വത്തെ, ഡൽഹിയുടെ പ്രാദേശിക നേതൃത്വത്തെ അവർ കൂടെ BJP-യിൽ പോകാനുള്ളൂ, അവരെയും കൂടെ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആ പ്രാദേശിക നേതൃത്വത്തിന് വഴങ്ങിക്കൊടുക്കേണ്ട ഗതികേട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രചാരണങ്ങളുടെ കുന്തമുനിയായിട്ട് അവിടെ വന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഇതിലൊക്കെ സത്യത്തിന് അംശമുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും നവീൻജി നാദമണി, ഇതിലെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ മാത്രം അസറ്റായിരുന്ന നിങ്ങളുടെ മാത്രം അസറ്റായിരുന്ന മറ്റു പാർട്ടികൾ നിങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നുള്ള പ്രഖ്യാപനം, നിങ്ങൾ അത് ദീർഘകാലമായി അത് വിജയകരമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ പ്രത്യയശാസ്ത്രം നിങ്ങൾ കൈമോശം വരികയും നിങ്ങളുടെ പാർട്ടിയിലും അഴിമതി നാറുന്നവരുണ്ട് എന്ന തിരിച്ചറിവിൽ സംശയത്തിലേക്ക് ഡൽഹി നിവാസികൾ വീണതുമാണ് നിങ്ങളുടെ പരാജയത്തിന് ആത്യന്തികമായ കാരണം. അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. ഈ പറയുന്ന BJP-യുടെ ഇടപെടലും കോൺഗ്രസ് നൽകിയ സപ്പോർട്ടും ഒക്കെ നിങ്ങളുടെ ധാർമ്മിക വിശ്വാസം ഡൽഹിക്കാർക്ക് മുന്നിൽ കളഞ്ഞു കുളിച്ചതിൻ്റെ അനന്തരഫലമാണ് ന്യൂഡൽഹിയിലെ സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം. നവീൻജി നാദമണി, കൃത്യമായിട്ട് കെട്ടുകഥകൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ ഹാഷ്മിക്ക് തന്നെ അറിയാവുന്നതാണ്. മദ്യനയ അഴിമതി എന്ന കെട്ടുകഥകൾ ഉണ്ടായിക്കൊണ്ട് അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് BJP സൃഷ്ടിച്ചത്. പക്ഷെ വരും ദിവസങ്ങളിൽ അതെല്ലാം പൊളിഞ്ഞു വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വിചാരണ കോടതിയിൽ എത്തിയപ്പോഴത്തേക്ക് ജാമ്യാപേക്ഷ, മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷയുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇന്നത്തെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ചിൽ വന്ന് ജസ്റ്റിസ് ഖന്ന പറഞ്ഞ വാക്കുകൾ കൂടെ ഓർക്കണം. വിചാരണ വേളയിൽ 2 നിമിഷത്തിൽ തകർന്നു വീഴാൻ പോകുന്ന തെളിവുകൾ മാത്രമല്ലേ ഈ മദ്യനയ അഴിമതി ആരോപണ കേസിലുള്ളൂ എന്ന് ചോദിച്ചത് ഇന്നത്തെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഖന്നയാണ്. അത് ട്രയൽ സമയത്ത് പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. ജനങ്ങൾക്കിടയിലോട്ട് ഇനിയും ഇറങ്ങിയാണ്. ഒരിക്കലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനായിട്ട് വന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റമല്ല. 2005 ഇന്ത്യയുടെ ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മാക്സസെ അവാർഡ് നേടി അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ചേരി നിവാസികൾക്കിടയിലോട്ട്, സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിലോട്ട് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ സുതാര്യമാക്കാനും അതിൽ ജനങ്ങളുടെ പങ്കാളികളാകാനും വേണ്ടി വിവരാവകാശ നിയമത്തിന് വേണ്ടി നടന്ന പ്രവർത്തനങ്ങൾക്കാണ് ആ മാക്സസെ അവാർഡ് കിട്ടിയത്. ആ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വന്നത്. അതിനിപ്പുറം അന്ന് നടന്ന ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിൽ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിനെ BJP വഹിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അതിൽ നിന്ന് BJP-യുടെ ആ മുഴുവനായിട്ടുള്ള വഹിക്കലിനെ ഒഴിവാക്കുവാനായിട്ട് രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടുവന്നത്. അഴിമതിക്കും അനീതിക്കും എതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വന്നതെങ്കിൽ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളായ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി, ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുന്നത്. പിന്നെ ജിൻഡോ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇന്ത്യ മുന്നണിയുടെ കാര്യം ജിൻഡോ എടുത്തു പറയുകയുണ്ടായി. എന്താണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി അകന്നു? അല്ല ജിൻഡോ, ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോയത് കോൺഗ്രസ് ആണ്. ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ആം ആദ്മി പാർട്ടിക്ക് പിന്നിൽ ഡൽഹി പ്രചരണത്തിനായിട്ട് അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. മാറി സഞ്ചരിച്ചതാരാണ്? കോൺഗ്രസ് ആണ് മാറി സഞ്ചരിച്ചത്. പ്രാദേശിക നേതൃത്വങ്ങളെയും അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളെയും ഒന്നും ചേർത്ത് നിർത്താൻ കഴിവില്ലാത്ത ഒരു നേതൃത്വമായിട്ട് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നിടത്തോളം കാലം ഇന്ത്യ മുന്നണിയിലെ ബാക്കി കക്ഷികൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളല്ലേ ഭരിക്കുന്ന പാർട്ടി, നിങ്ങളല്ലേ ചേർത്ത് നിർത്തണ്ടേ? അവിടെ മുന്നണി മര്യാദ പാലിച്ച് സീറ്റ് ചർച്ച നടത്തേണ്ടത്, ലീഡർഷിപ്പ് എടുക്കേണ്ടത് നിങ്ങളല്ലേ? കോൺഗ്രസ് ഒറ്റ സീറ്റില്ലാത്ത കോൺഗ്രസ് ആണ് ചർച്ച നടത്തുന്നത്. ഒരു നാണമില്ല ഈ വാദം പറയാനായിട്ട്. ഗാന്ധി പറഞ്ഞല്ലോ, UP-യിൽ എന്റെ സഹോദരൻ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കൊണ്ട് നടന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ഡൽഹിയിൽ വന്ന് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന കാഴ്ച. നിങ്ങൾ പറഞ്ഞ വ്യാജ അവകാശവാദങ്ങൾ വിശ്വസിച്ചവരാണ് അവര്. നിങ്ങൾ പറഞ്ഞ വ്യാജ അവകാശവാദങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് മനമറിക്കാവുന്നല്ലേ കേജ്രിവാൾ പറഞ്ഞത്? അത് കേട്ട് വിശ്വസിച്ചാണ് അവര്. അവരാരെങ്കിലും ഇത് മിണ്ടിയിട്ടുണ്ടോ? അവരാരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? ആ സംസ്ഥാനത്ത് പ്രാദേശികമായിട്ട് എന്തെങ്കിലും ആൾക്കൂട്ടമുള്ളത് കോൺഗ്രസിനാണ്, എന്തെങ്കിലും ആൾബലമുള്ളത് കോൺഗ്രസിനാണ് അല്ലെ? അത് നിങ്ങൾ പരിഗണിക്കാതെ നിങ്ങൾ ഉത്തർപ്രദേശിലുള്ള ആളുകളുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ സീറ്റ് നിർണ്ണയം നടത്തി. എന്നിട്ട് എന്തായി? നിങ്ങൾക്ക് നാണമാകില്ലേ? നിങ്ങൾക്ക് നാണമാകില്ലേ? സംസ്ഥാനം ഭരിക്കുന്ന നിങ്ങൾ ലീഡർഷിപ്പ് എടുത്ത്
ആരെയും മുട്ടുകോർക്കുന്ന പോലെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമുള്ള ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് മുഴുവൻ പ്രാദേശിക പ്രസ്ഥാനങ്ങളെയും നിലനിൽപ്പിന് വേണ്ടി പ്രാദേശിക നേതൃത്വങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ തയ്യാറാകാത്ത പ്രാദേശിക ശരി, ഞാൻ പ്രശാന്തിലേക്ക് എത്താം. പ്രശാന്ത്, ഇവിടെ നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ ഐഡിയോളജി ഇല്ലായ്മയെ പറ്റി പറയുമ്പോൾ ഐഡിയോളജി ഉള്ള ഇടതുപക്ഷ പാർട്ടികളുടെ അവസ്ഥ പരിതാപകരമാണ്. ഇപ്പോൾ ഇവിടെ 2020 നോക്കിയാൽ ആപ്പിന് 10% വോട്ട് ശതമാനം നഷ്ടമുണ്ടായി. ഡൽഹി MCD അവർ തന്നെയാണ് ഭരിക്കുന്നത്. അവർക്ക് ഗുജറാത്തിൽ, അവർക്ക് പഞ്ചാബിൽ 90-ലധികം MLA ഉള്ള ശക്തമായൊരു ഗവൺമെൻറ് അവിടെയുണ്ട്. അവർ ഗുജറാത്തിലും ഗോവയിലും സാന്നിധ്യമുണ്ട്. ജമ്മു കാശ്മീർ ഡോഡയിൽ അവർക്കൊരു സീറ്റുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിയാണ്, അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ നേരിടുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമാണ്, അസ്തിത്വ പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞാൽ പോലും ആപ്പിനെ ഈ പരാജയത്തോടെ റൈറ്റ് ഓഫ് ചെയ്യാനായോ ശ്രീ പ്രശാന്ത്? ഇല്ല, റൈറ്റ് ഓഫ് ചെയ്യാൻ ആയ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല ഹാഷ്മി. ഇപ്പോൾ ആപ്പിനെ ദുർബലമാക്കാൻ BJP അവരുടെ എല്ലാ പരിശ്രമവും BJP നടത്തുമെന്ന കാര്യം തീർച്ചയാണ്. ഒപ്പം കോൺഗ്രസിൻ്റെ വക്താവ് ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു BJP ആണോ ആം ആദ്മി പാർട്ടിയാണോ എന്ന സംശയം പോലും എനിക്കുണ്ടായി. BJP എന്നൊരു വർഗീയ പാർട്ടി ഏതാണ്ട് 3 ദശകത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന ഒരു കോൺഗ്രസ് വക്താവിനെയാണ് കാണുന്നത്. അതിലൊരു മതനിരപേക്ഷത ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ദുഃഖവും നിരാശയുമുണ്ട്. ഇവിടെ നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് കൃത്യമായി വഴിവെച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് നേടിയ വോട്ടുകളാണ്. സീറ്റ് നില 22-48 എന്നാണെങ്കിലും ഇവിടെ വോട്ട് ശതമാനം ആം ആദ്മി പാർട്ടിയും BJP തമ്മിൽ കേവലം 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അവിടെ കോൺഗ്രസ് പിടിച്ച 7% വോട്ടാണ് ഡൽഹിയുടെ വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായതും BJPക്ക് സഹായകമായതും. നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കാണാത്തതുപോലെ വർദ്ധിച്ച ആവേശത്തോടെയുള്ള ഒരു പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തി. രാഹുലും പ്രിയങ്കയും അടക്കം ആ ക്യാമ്പയിൻ അവർ നേതൃത്വം നൽകി. അതിൽ മുഖ്യമായി അവർ ആക്രമിച്ചത് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയുമാണ്. കെജ്രിവാളിനെ ഒരു അഴിമതിക്കാരനാക്കിയും ആം ആദ്മി പാർട്ടി ഒരു അഴിമതി പാർട്ടിയുമാക്കിയും ചിത്രീകരിക്കാനാണ് കോൺഗ്രസ് കിണഞ്ഞു ശ്രമിച്ചത്. അതല്ലാതെ BJPയെ നേരിട്ട് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ BJPയുടെ വർഗീയതയെ തുറന്നു കാട്ടുന്ന വിധത്തിലുള്ള യാതൊരു പ്രചാരണവും ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ ഭാഗത്തുനിന്നുണ്ടായില്ല. ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ കൂട്ടായ്മയിലെ പല ഘടകകക്ഷി നേതാക്കളും കോൺഗ്രസിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണ്. ഡൽഹിയിൽ BJPയെ തോൽപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സാധ്യത ആം ആദ്മി പാർട്ടിക്കാണുള്ളത്. ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അവർക്ക് സഹായം കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ പ്രചാരണം സജീവമാക്കുകയല്ല വേണ്ടതെന്ന് ഇന്ത്യ കൂട്ടായ്മയിലെ പല ഘടകകക്ഷി നേതാക്കളും ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് ചെവിക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആം ആദ്മിയെ ആക്രമിക്കുന്നതിൽ അവർ മുന്നിട്ട് നിന്നു. അങ്ങനെ ഈ 2 തരത്തിലുള്ള ആക്രമണത്തിനും ആം ആദ്മി വിധേയമായപ്പോൾ ഇതൊരു അഴിമതി പാർട്ടിയാണെന്ന പ്രതീതി, പ്രത്യേകിച്ച് ഇന്ത്യ കൂട്ടായ്മയിലെ ഒരു ഘടകകക്ഷി തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഇവരൊരു അഴിമതി പാർട്ടിയാണെന്ന് പറയുമ്പോൾ നോക്കൂ, ED കേന്ദ്ര ഏജൻസിയായ ED മറ്റുമാണ് ഈ മദ്യനയ കേസും മറ്റും രൂപീകരിക്കുന്നതും അതിൽ ഈ ആം ആദ്മി നേതാക്കളെ കൂട്ടത്തോടെ ജയിലിലടച്ചതും. ഇതേ ED കേസിൽ പ്രതികളല്ലേ കോൺഗ്രസിൻ്റെ രാഹുലും സോണിയയും അതേപോലെ റോബർട്ട് വാദ്രയും ഒക്കെ തന്നെ. ഇതേ ED കേസിൽ പ്രതിയല്ലേ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. അവിടെ പോയിട്ട് ഹേമന്ത് സോറനുമായിട്ട് സഖ്യത്തിൽ ജൂനിയർ പങ്കാളിയായി മത്സരിക്കാൻ കോൺഗ്രസ് യാതൊരു മടിയും ഉണ്ടായില്ല. അവിടെ അപ്പോൾ ED വേട്ടയാടപ്പെടുന്ന ഒരു ഏജൻസിയാണെങ്കിൽ ഡൽഹിയിൽ ED കോൺഗ്രസിന് വേണ്ടപ്പെട്ട ഒരു ഏജൻസിയായി മാറുന്നു. ഈ ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് നടത്തിയത്. അത് ഒറ്റ കാരണത്തിൽ മാത്രമാണ്, അതായത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പതനം ഈ ഇലക്ഷനിൽ അവർക്ക് വേണ്ടിയിരുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടി തോറ്റു കഴിഞ്ഞാൽ ആ സ്പേസിൽ വീണ്ടും തിരിച്ചു വരാം എന്ന ഒരു മോഹമാണ് കോൺഗ്രസ് വെച്ചു പുലർത്തിയത്. ഇന്ത്യ കൂട്ടായ്മയിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ, രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ആ കൂട്ടായ്മയെ, ആ മതനിരപേക്ഷ ചെറുത്തുനിൽപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് ഉള്ളപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി പകരം ഡൽഹി എന്ന കൊച്ചു സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ചു വരിക എന്ന അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയതിൻ്റെ ദാരുണമായൊരു ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കൃത്യമായി ഒരു 15 മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പിടിച്ച വോട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് കാരണമായതും BJPയുടെ വിജയത്തിന് കാരണമായതും. അതുകൊണ്ട് ഒരു സംശയമില്ലാതെ എനിക്ക് പറയാം, ഇത്തവണ ഡൽഹിയിൽ BJPയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അവരുടെ സ്വാർത്ഥ നിലപാടാണ്. അവിടെ BJPയേക്കാൾ വലിയ ശത്രുവായി അവർ ഇന്ത്യ കൂട്ടായ്മയിലെ ഒരു ഘടകകക്ഷിയായ ആം ആദ്മി പാർട്ടിയെ കണ്ടു. ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നതിന് മറുപടി. അതിനു മുമ്പ് നേരത്തെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷി പ്രതിനിധികളായ ജിൻഡോയും നവീൻ ജി നാദാമണിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അങ്ങയുടെ ഉള്ളിൽ ഒരു ആത്മനിർവൃതി ഉണ്ടായോ ശ്രീ വി രാജേഷ്? അല്ല, എൻ്റെ ഉള്ളിൽ ആത്മനിർവൃതിയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെ ഒരിക്കലും ഒരുമിച്ച് ചേരാത്തവർ തമ്മിൽ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ പേരിൽ ഇന്ത്യ മുന്നണി എന്നൊക്കെ ഒരു മുന്നണി ഉണ്ടാക്കി
അവർ മുന്നോട്ട് പോയി. അവരുടെ ആഗ്രഹം നടക്കില്ല എന്ന് പറയുമ്പോൾ അവർ തമ്മിലടിയായി. ഇവരാണ് ഒരു രാജ്യം ഭരിക്കാനായിട്ട് ഞങ്ങളെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യ പോലൊരു രാജ്യം ഭരിക്കാമെന്ന് ഇനിയും കുറേ കൂടി തമ്മിലടിക്കാരുണ്ട്. ഇന്നിപ്പോൾ CPIയുടെ നേതാവ് ശ്രീ രാജ അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടൊരു മുന്നണി ഉണ്ടാക്കി. അതൊന്നും നിലനിൽപ്പുണ്ടാവില്ല കാശ്മി. ഇനി എല്ലാ കാലത്തും ഭരണപക്ഷമുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ നശിച്ചു പോകും, ആം ആദ്മി പാർട്ടി ഇതോടെ അങ്ങ് ഇല്ലാതായി ശൂന്യതയിൽ അലിഞ്ഞു ചേർന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. BJP ഡൽഹി ഭരിക്കുമ്പോൾ അതിനോട് ഒരു ഒപ്പോണൻ്റ് ഉണ്ടാകും. ആ ഒപ്പോണൻ്റ് ചിലപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ രൂപത്തിലായും ചിലപ്പോൾ കോൺഗ്രസിൻ്റെ രൂപത്തിലായും ചിലപ്പോൾ പുതിയ രൂപത്തിലായും. പക്ഷേ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ സൗജന്യമായി എന്തൊക്കെ കൊടുത്തെന്ന്. അത് തെറ്റാണ്. എല്ലാ കാലവും ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സൗജന്യമായി കൊടുക്കുന്നത് ഒരു സംവിധാനത്തെ, ഒരു സിസ്റ്റത്തെ തകർക്കുന്നതിന് തുല്യമായിരിക്കും. അല്ലല്ല, അങ്ങനെയല്ല. ആം ആദ്മി പാർട്ടി പറഞ്ഞതിന്റെ മുകളിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ സൗജന്യ പ്രഖ്യാപനങ്ങൾ. ആം ആദ്മി പാർട്ടി പറഞ്ഞതിന്റെ മുകളിൽ നിങ്ങൾ സൗജന്യ പ്രഖ്യാപനങ്ങൾ നടത്തിയവരാണ്. ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പണം കൊടുക്കുന്നതടക്കം ഏതിലാണ് നിങ്ങൾ സൗജന്യ ഫ്രീ ചെയ്യാത്തത്? ഞാൻ പറയാം, എല്ലാ കാലവും എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടൊന്നും ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞില്ല. പക്ഷേ ഡൽഹി മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ആപ്പിനെ വെട്ടാൻ ആപ്പ് പറഞ്ഞതിന്റെ മുകളിൽ പറഞ്ഞു നിങ്ങൾ പൈസ പണം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരോ കേട്ടോ. അങ്ങനെ ജനങ്ങളെ മടിയന്മാരാക്കുകയും അങ്ങനെ ജനങ്ങളെ സൗജന്യമായി എല്ലാം കിട്ടാൻ വേണ്ടി ഞങ്ങൾ അർഹരാണ് എന്നുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. ചില പ്രത്യേക കാര്യങ്ങൾ കൊടുക്കാം. ശരി, ഓക്കെ. സമയം കഴിഞ്ഞു. ജിൻഡോ ചുരുങ്ങിയ ഒന്നോ രണ്ടോ വാക്ക് പ്രശാന്തിന് മറുപടി. ഒന്നോ രണ്ടോ വാക്ക്. ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം ദേശാഭിമാനിയുടെ പ്രതിനിധിയും കൂടിയാണെന്ന് തോന്നുന്നു, മാധ്യമ പ്രവർത്തകനാണല്ലോ. അദ്ദേഹം CPMന്റെ സ്ഥാനാർത്ഥികൾ ചില മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. ആ മതേതര ചേരിക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവിടെ മത്സരിക്കാതിരുന്നാൽ പോരായിരുന്നു. എന്തിനാ CPM അവിടെ മത്സരിച്ചത്? കഴിഞ്ഞ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയമുമായിട്ട് കൂടി മത്സരിച്ചു. കാരണം ഞങ്ങൾ മുന്നണി മര്യാദകൾ പാലിച്ച് ചർച്ച ചെയ്ത് അംഗീകരിച്ചു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുമ്പോൾ തോക്കുമ്പോൾ പോലും കുറേയധികം വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതും ഒരു സമ്പൂർണ്ണ പരാജയമെന്ന് പറയാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ 2013 മുതൽ ഒരു സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായി നമ്മൾ കാണുന്നത് ഇപ്പോൾ മാത്രമാണ്. പരാജിതനായ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തനം നമ്മൾ കാണാൻ പോകുന്നു ഇതിനു ശേഷമാണ്. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും രാജ്യ രാഷ്ട്രീയത്തിൽ അതിജീവിക്കുമോ ഇല്ലേ എന്നത് വരും രാഷ്ട്രീയത്തിന്റെ മറുപടിയാണ്, വരും കാല വർഷങ്ങളുടെ മറുപടിയാണ്. താങ്ക് യു. എൻകൗണ്ടർ പറഞ്ഞ എല്ലാവർക്കും നന്ദി. ഇനി പ്രൈം ടൈം കാണാം. ഗുഡ് നൈറ്റ്.